ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പാലടേൻ്റെ റെസിപ്പിയാണ്. പാലട എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയാം, പാലട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കുറുക്കി കുറുക്കി വേണം പാലട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി കുറുക്കി എടുക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും സമയമില്ലാത്ത ആൾക്കാരല്ലേ, നമ്മൾ പാൽപ്പായസമൊക്കെ നമ്മൾ കുക്കറിനകത്ത് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് സെയിം നമ്മുടെ ഈ പാലടയും കൂടെ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല കളറാണ്, ലൈറ്റ് പിങ്ക് കളർ. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കളറ് നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം അതിന് വേണ്ടി മെനക്കെടേണ്ട സമയം അത്യാവശ്യം നമുക്ക് എടുക്കുമെങ്കിലും ഒരുപാട് നേരം അതിനോടൊപ്പം നിന്ന് ഇളക്കി കുറുക്കി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവിടെ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പണികളെല്ലാം ചെയ്യാം, അതിനിടയിൽ കൂടി ഇതാവും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, അഡ്വാൻറ്റേജസ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഞാൻ പായസത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് പാലട, എൻ്റെ മോളുടെ പിറന്നാളാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്ക് ഒരുപാട് അങ്ങ് കുറുകിയ പായസം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മീഡിയം പാകത്തിനാണ് കുറുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് കുറച്ച് നേരം അധികം നേരം കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി കുറുകി കിട്ടും കേട്ടോ, കളറും നന്നായി മാറിക്കിട്ടെ. അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ പോലെ നമ്മുടെ അട വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടേക്ക് നമുക്ക് അട ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ടാണല്ലോ നമ്മൾ അട വേവിച്ചെടുക്കുന്നത്. സെയിം അതുപോലെ തന്നെ ഞാനിവിടെ കുഞ്ഞട മേടിച്ചത് ഉണ്ടായിരുന്നു, അതാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം അടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ അട ഇട്ട് കൊടുക്കുക. അട ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അതവിടെ ഒരു 20 മിനിറ്റ് നമുക്കത് അങ്ങനെ തന്നെ അവിടെ മൂടി വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മളത് 2 or 3 വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് കഴുകി അരിപ്പയിൽ ഒഴിച്ചു വെക്കണം കേട്ടോ. അങ്ങനെ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്, അടച്ച് മൂടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പാല് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് 2 ലിറ്റർ പാലിനാണ് ഉണ്ടാക്കുന്നത്. 4 പാക്കറ്റ്, 1/2 ലിറ്ററിൻ്റെ 4 പാക്കറ്റാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. 2 ലിറ്റർ പാല് ഞാനിപ്പം എൻ്റെ അടുത്ത് വലിയ കുക്കറുണ്ട്, 7 ലിറ്ററിൻ്റെ കുക്കറുണ്ട്, അതിനകത്തായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മധുരം കറക്റ്റാണ്. ഒരുപാട് മധുരം വേണ്ടുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ 1.25 കപ്പിനാണ് ഉണ്ടാക്കുന്നത്. അതേ കറക്റ്റായിട്ട് ആ 1.25 കപ്പ് എനിക്ക് പാകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് പാലൊന്ന് തിളക്കുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാല് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതേ കണ്ടല്ലോ, നമ്മുടെ പാല് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല, നമുക്കിത് ഇനി കുക്കർ അടച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. തീ പൊങ്ങി വരുന്നതിന് മുന്നേ ഞാനതൊന്ന് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഏറ്റവും ചെറിയ തീയിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ട് ആദ്യം ആ തിള നന്നായിട്ടൊന്ന് നമ്മൾ കയ്യിലിട്ട് ഇളക്കി തിളയൊക്കെ ഒന്ന് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തു. അപ്പോൾ തീ കുറച്ച് വെച്ചപ്പോഴേക്കും തിളയൊക്കെ നിന്നല്ലോ. ഇനി നമ്മൾ ഈ കുക്കർ അടച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലെ തന്നെ വിസിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ മൂടി വെക്കാം കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അതെൻ്റെ മോൾക്ക് ഒരുപാട് കുറുകിയ പായസം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അരമണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നന്നായി കുറുകിയും കിട്ടും, നല്ല കളറും കൂടെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അത്ര വെക്കാൻ പറ്റില്ല, മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനൊരു 20 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയ സമയത്ത് ഞാൻ തുറന്നിട്ടുണ്ട്. നല്ലോണം കളറൊക്കെ മാറി കാണും തന്നെ നമുക്ക് കുടിക്കാൻ ഇങ്ങനെ കൊതിയാവട്ടെ. ഇതിപ്പോൾ പായസം ആയിട്ടില്ലെങ്കിൽ പോലും പാലിങ്ങനെ കുറുകി കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കുടിക്കാൻ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ കാര്യമായ പണി കഴിഞ്ഞു. സാധാരണ പാലടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ പണി കഴിഞ്ഞു. അതവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അട ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി 2 വെള്ളത്തിലൊന്ന് കഴുകി നമ്മൾ ഈ അരിപ്പയിലിട്ടൊന്ന് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് ഒരു 10 മിനിറ്റ് നേരം എടുക്കും, പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. കുക്കർ ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുകയില്ല. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു. എൻ്റെ മോനോട് ഇടയ്ക്ക് ഞാൻ വിളിച്ച് പറയും, മോനെ അതൊന്ന് ഇളക്കി കൊടുക്കടാ എന്ന് പറയുമ്പം അങ്ങനെ അവൻ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്തു കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് ഇരിക്കുമെന്ന് വേണ്ട. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിളാണ്, നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഒന്ന് ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഓൾറെഡി വെന്തതാണ്. ആ മധുരം അതിനകത്തോട്ടൊന്ന് പിടിക്കണം. ആ പാലിൻ്റെ രുചിയും മധുരത്തിൻ്റെ രുചിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആകുമ്പോഴേക്കും നമ്മുടെ അടയൊക്കെ നന്നായി പാലൊക്കെ നന്നായി വീണ്ടും ഒന്നുകൂടി കുറുകി രണ്ടും കൂടി നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ ഇപ്പുറത്ത് വേഗത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ സാധാരണ പോലെ തന്നെ നെയ്യിലങ്ങ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നേരെ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ചില ആൾക്കാർ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ജസ്റ്റ് കുറച്ച് ബട്ടർ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മതി. എനിക്ക് എന്തായാലും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. പിന്നെ ഇത് ഏലക്കാപ്പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഈ കുറുകിയ പായസത്തിന് ഏലക്കാപ്പൊടീൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ എനിക്കെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പായസം ഉണ്ടാക്കിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇനി ഇത് ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പായസത്തിനായാലും കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് പായസം കുടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാതിരിക്കണമെങ്കിൽ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് തന്നെ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കും അടിപൊളി കളറായിട്ടില്ലേ. ഇത് കണ്ടാൽ തന്നെ ആർക്കാ കഴിക്കാൻ തോന്നാത്ത. മധുരപ്രിയർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതല്ലേ. കുക്കറിൽ അവിടെ പാല് വെച്ചിട്ട് പിന്നെ ബാക്കി വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർത്തു. അത് കഴിഞ്ഞ് അട ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ എൻ്റെ പണിക്ക് അങ്ങ് പോയി. ഇടയ്ക്ക് വന്ന് മോനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വറുത്ത് ചേർക്കുമ്പോഴേക്കും നമ്മുടെ പാലട റെഡിയായില്ലേ. കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഇത്ര ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാമല്ലോ കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പാലടയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇനി പാലട ഉണ്ടാക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.